പ്രിയപ്പെട്ട ആത്മസ്വരൂപരെ, നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒന്ന് ശ്രദ്ധിക്കൂ. എന്തിനോ വേണ്ടിയുള്ള ഒരു വെപ്രാളം, ഏതോ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ഓട്ടമല്ലേ? ഈ തിരക്കിനിടയിൽ നിങ്ങളുടെ സ്വന്തം ശ്വാസം പോലും നിങ്ങൾ മറന്നുപോയിരിക്കുന്നു. സമ്മർദ്ദം എന്നത് പുറത്തുനിന്ന് ആരെങ്കിലും തരുന്ന ഒന്നല്ല മക്കളെ. അത് നമ്മുടെ തന്നെ മനസ്സ് വർത്തമാനകാലത്തിൽ ജീവിക്കാൻ മറക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. ഒരു ദിവസം മുഴുവൻ നമുക്ക് എങ്ങനെ ഒരു ധ്യാനമായി മാറ്റാം എന്ന് ഞാൻ പറഞ്ഞുതരാം. നാളെ പ്രഭാതത്തിൽ സൂര്യൻ ഉണരുന്നതിന് മുൻപേ നിങ്ങൾ ഉണരുക. കണ്ണു തുറക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ ബഹളങ്ങളിലേക്ക്, ആ കയ്യിലിരിക്കുന്ന യന്ത്രങ്ങളിലേക്ക് ഓടിപ്പോകരുത്. പകരം അല്പനേരം നിങ്ങളുടെ കിടക്കയിൽ തന്നെ ശാന്തമായിരിക്കുക. ആ നിശബ്ദതയെ ആസ്വദിക്കുക. ഭൂമിയിൽ കാൽ തൊടുവിക്കുമ്പോൾ ഈ പുതിയ ദിവസത്തിന് നന്ദി പറയുക. ആ നന്ദിയിൽ നിന്നാകട്ടെ നിങ്ങളുടെ തുടക്കം. പിന്നീട് നിങ്ങളുടെ കർമ്മങ്ങളിലേക്ക്, ജോലികളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. അവിടെ പലപ്പോഴും പലരും പരാതിപ്പെടാറുണ്ട്, ഗുരുവേ, എനിക്ക് വലിയ തിരക്കാണ്, സമാധാനമില്ല എന്ന്. ഓർക്കുക, ചെയ്യുന്ന ജോലിയല്ല നിങ്ങളെ തളർത്തുന്നത്, അത് ചെയ്യുമ്പോഴുള്ള നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥയാണ്. നിങ്ങൾ ഒരു കത്താണ് എഴുതുന്നതെങ്കിൽ ആ അക്ഷരങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിന്റെ രുചിയിൽ മാത്രം അലിയുക. ഇടയ്ക്ക് ജോലിത്തിരക്കിനിടയിൽ ഒന്ന് കണ്ണടയ്ക്കുക. വെറും 1 മിനിറ്റ്. ലോകം അവിടെ തന്നെ ഉണ്ടാകും. ആ 1 മിനിറ്റിൽ നിങ്ങളുടെ ഉള്ളിലെ ശാന്തമായ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുക. ഓർക്കുക, പുറത്ത് എത്ര വലിയ കാറ്റടിച്ചാലും കടലിന്റെ ആഴങ്ങൾ എപ്പോഴും നിശ്ചലമാണ്. ആ നിശ്ചലതയാകണം നിങ്ങളുടെ മനസ്സ്. സന്ധ്യയാകുമ്പോൾ, ആകാശം ചുവക്കുമ്പോൾ അല്പനേരം പ്രകൃതിയോടൊപ്പം ചെലവഴിക്കുക. ചെരുപ്പില്ലാതെ മണ്ണിലൂടെ ഒന്ന് നടന്നു നോക്കൂ. ഭൂമി നിങ്ങളുടെ ഭാരങ്ങളെ ഏറ്റെടുക്കുന്നത് നിങ്ങൾ അറിയും. വീട്ടിലേക്ക് തിരികെ കയറുമ്പോൾ പുറത്തെ എല്ലാ തർക്കങ്ങളും ദേഷ്യങ്ങളും ആ പടിക്കൽ ഉപേക്ഷിക്കുക. സമാധാനത്തിന്റെ ഒരു ദീപം നിങ്ങളുടെ ഉള്ളിൽ തെളിയട്ടെ. ഒടുവിൽ രാത്രി ഉറങ്ങാൻ നേരത്ത് അന്നത്തെ പകൽ നടന്ന എല്ലാ കാര്യങ്ങളെയും ഒരു പുഴയിൽ ഒഴുക്കുന്നത് പോലെ വിട്ടുകളയുക. നിങ്ങളെ വേദനിപ്പിച്ചവരോട് മനസ്സുകൊണ്ട് ക്ഷമിക്കുക. നിങ്ങൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോടും ക്ഷമിക്കുക. എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് ആ ശൂന്യതയിൽ ഉറങ്ങുക. ആ ഉറക്കം തന്നെ ഒരു വലിയ ധ്യാനമായി മാറും. മക്കളെ, സമ്മർദ്ദം എന്നത് വെറുമൊരു നിഴൽ മാത്രമാണ്. വെളിച്ചമുണ്ടാകുമ്പോൾ നിഴലില്ലാതാകുന്നു. നിങ്ങളുടെ ഉള്ളിലെ അറിവിന്റെയും ബോധത്തിന്റെയും വെളിച്ചം എപ്പോഴും കാത്തു സൂക്ഷിക്കുക. ശാന്തരായിരിക്കൂ. സന്തോഷം നിങ്ങളിലൂടെ ഒഴുകട്ടെ.